ഏഴാം നൂറ്റാണ്ടിലെ അറബി ഗ്രന്ഥമായ ഖുറാനിൽ തികഞ്ഞ ശാസ്ത്രീയ അറിവ് അടങ്ങിയിരിക്കുന്നു എന്ന വാദം പല ഉസ്താദുമാരും നടത്താറുണ്ട്. ഭ്രൂണശാസ്ത്രം മുതൽ പ്രപഞ്ച ഉൽപ്പത്തി വരെ ആധുനിക ശാസ്ത്രം ഒരു സഹസ്രാബ്ദത്തിന് ശേഷം നടത്തിയ കണ്ടെത്തലുകൾ ഖുറാൻ മുൻകൂട്ടി കണ്ടെത്തിയിരുന്നുവെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വരെ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് സർജനായ മോറിസ് ബുക്കെയിലിൻ്റെ വ്യാപകമായി പ്രചരിച്ച ദി ബൈബിൾ, ദി ഖുറാൻ ആൻഡ് ദി സയൻസ് 1976 ഇറങ്ങിയ ഈ പുസ്തകം ഖുറാൻ ശാസ്ത്രീയമായി കുറ്റമറ്റതും മറ്റ് എല്ലാ മതഗ്രന്ഥങ്ങളെക്കാളും മികച്ചതാണെന്നും പ്രഖ്യാപിച്ചു. ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇതിനെ അടിസ്ഥാനപരമായ സത്യമായി അംഗീകരിക്കുന്നു. പ്രത്യേകിച്ച് ചേലാകർമ്മം വരെ ശാസ്ത്രീയമായി ശരിയാണെന്ന് വാദിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. Dr. Morris was so shocked to learn that the Quran mentioned that he drowned the sea more than 1400 years ago. Allah says in the Quran, "Deeds after the manner of the people of Pharaoh and those before them, they treated as false the signs of their Lord, so we destroyed them for their crimes, and we drowned the people of Pharaoh, for they were all oppressors and wrongdoers." ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്ന സൂര്യൻ, കട്ടപിടിച്ച രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഭ്രൂണങ്ങൾ, നക്ഷത്രങ്ങൾക്ക് മുൻപ് ഭൂമിയെ സൃഷ്ടിച്ചത്, രണ്ടായി പിളർന്ന ചന്ദ്രൻ എന്നിവയെല്ലാം ഖുറാനിലുള്ള ശാസ്ത്രീയ വെളിപ്പെടുത്തലുകളാണ്. മുഖ്യധാര ഇസ്ലാമിക കർമ്മശാസ്ത്രം ആധികാരികമായി കണക്കാക്കുന്ന ഹദീസ് രേഖകളിൽ സ്ഥാപിക്കപ്പെട്ട ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നിവയ്ക്ക് നേരിട്ട് വിരുദ്ധമായ ആചാരങ്ങളെ മുഹമ്മദ് അംഗീകരിച്ചിരിക്കുന്നു. അദൃശ്യമായ പർവ്വതങ്ങളാൽ താങ്ങി നിൽക്കുന്ന പരന്ന ഭൂമിയെക്കുറിച്ചും പിശാചുകൾക്കെതിരെ എറിയുന്ന മിസൈലുകളായി കാണുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും പുരാതന ഗ്രീക്ക് ഭിഷഗ്വരനായ ഗാലൻ്റെ പിഴവുകൾ പ്രതിഫലിക്കുന്ന ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ചുമുള്ള സൂക്തങ്ങൾ തുടങ്ങി അനേകം മണ്ടത്തരങ്ങൾ ഖുറാനിലുണ്ട്. 2003 ഒരു വേനൽക്കാലത്ത് വടക്കൻ നൈജീരിയയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് മുന്നിൽ അസാധ്യമായ ഒരു തെരഞ്ഞെടുപ്പ് വന്നു നിന്നു. നൂറുകണക്കിന് കുട്ടികളെ തളർത്തിയ ഒരു വൈറസിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയോ അതോ പുരോഹിതന്മാർ പാശ്ചാത്യ ഗൂഢാലോചന എന്ന് വിളിച്ചതിനെതിരെ മതപരമായ പരമാധികാരത്തെ പ്രതിരോധിക്കുകയോ? അവർ വസ്തുതകൾക്ക് മുകളിൽ വിശ്വാസത്തെ തിരഞ്ഞെടുത്തു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പോളിയോയെ ഏറെക്കുറെ നിർമ്മാർജ്ജനം ചെയ്ത നൈജീരിയ മുൻപ് പോളിയോ ഇല്ലാതിരുന്ന 8 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പടർന്ന ഒരു ആഗോള പകർച്ചവ്യാധിയുടെ പ്രഭവ കേന്ദ്രമായി മാറി. നടക്കാൻ കഴിയുമായിരുന്ന കുട്ടികൾ അവരുടെ ജീവിതം വീൽ ചെയറുകളിൽ ചെലവഴിച്ചു. ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ശാസ്ത്രീയ ഇടപെടൽ ദൈവിക ഹിതത്തിന് വിരുദ്ധമാണെന്ന് മത അധികാരികൾ വാശി പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇങ്ങ് കേരളത്തിൽ വീട്ടിൽ പ്രസവം നടത്തിയ മുസ്ലിം സ്ത്രീയുടെ മരണവും ഇതേ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിലെ ശാസ്ത്രീയ തെറ്റുകളുടെ, മണ്ടത്തരങ്ങളുടെ തുറന്നുകാട്ടലിൻ്റെ കാലം പറഞ്ഞ കഥകളാണ്. ഫെബ്രുവരി 14 കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകിയതിൻ്റെ പേരിൽ താലിബാൻ തീവ്രവാദികൾ പാകിസ്ഥാൻ ആരോഗ്യ പ്രവർത്തകനായ അബ്ദുൽ ഗനി മർവത്തിനെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മരണം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. 2012 മുതൽ വാക്സിനുകൾ മുസ്ലിങ്ങളെ വന്ധ്യംകരിക്കാനുള്ള അമേരിക്കൻ തന്ത്രം എന്നും അല്ലാഹുവിൻ്റെ ഹിതത്തെ തടയാനുള്ള ശ്രമം എന്നും പ്രഖ്യാപിച്ച മതപരമായ ഹത്വകളെ തുടർന്ന് പാകിസ്ഥാനിൽ കുറഞ്ഞത് 102 വാക്സിനേഷൻ പ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടു. 2024 ഒരു വാക്സിനേഷൻ ക്യാമ്പയിനിനിടെ റോഡ് അരികിലെ ബോംബ് സ്ഫോടനത്തിൽ 6 പോലീസ് അകമ്പടിക്കാർ കൊല്ലപ്പെടുകയും മറ്റൊരു പ്രവർത്തകനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഈ ഭവിഷ്യത്തുകൾ പോളിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. 2003 നൈജീരിയയിലെ വാക്സിൻ ബഹിഷ്കരണത്തിനിടെ പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ HIV, ക്യാൻസർ ഏജന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ടെന്ന് മതനേതാക്കൾ അവകാശപ്പെട്ടു. ലക്ഷക്കണക്കിന് പെൺകുട്ടികളെ വന്ധ്യംകരിക്കുന്നതിനേക്കാൾ 2, 3, 4, 5, 10 കുട്ടികളെ പോളിയോയ്ക്ക് വേണ്ടി ബലി കഴിക്കുന്നതാണ് നല്ലതെന്നും അവർ പറഞ്ഞു. വൈറസ് മുൻപ് പോളിയോ ഇല്ലാതിരുന്ന 8 രാജ്യങ്ങളിലേക്ക് പടർന്നു. നെതർലാൻഡിലെ 43% മുസ്ലിം മാനസിക രോഗികളും തങ്ങളുടെ ലക്ഷണങ്ങൾക്ക് കാരണം ജിന്ന് ബാധയാണെന്ന് ആരോപിക്കുകയും ബയോമെഡിക്കൽ ചികിത്സ നിരസിക്കുകയും ചെയ്തു. 2020 2 ഇന്ത്യൻ പെൺകുട്ടികൾ വൈദ്യസഹായം ലഭിക്കുന്നതിന് പകരം 3 മണിക്കൂർ നീണ്ട ഒഴിപ്പിക്കൽ ചടങ്ങിനിടെ കൊല്ലപ്പെട്ടു. ശാസ്ത്രീയ അധികാരങ്ങളായി അവതരിപ്പിക്കപ്പെടുന്ന മതഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ ദുരന്തങ്ങൾ ഉടലെടുക്കുന്നത്. വേദഗ്രന്ഥം വൈദ്യശാസ്ത്രപരമായ തീരുമാനങ്ങളെയും പൊതു നയങ്ങളെയും സ്വാധീനിക്കുമ്പോൾ കർശനമായ പരിശോധന അത്യന്താപേക്ഷിതമാണ്. വീട്ടിൽ പ്രസവിക്കുന്നതാണ് ഉചിതമെന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ പോലുള്ള ആളുകൾ ഈ വീഡിയോ ഉറപ്പായും തിരസ്കരിക്കും. ഖുർആൻ അവതരിപ്പിക്കുന്ന പ്രപഞ്ച സൃഷ്ടിയുടെ ക്രമം ജ്യോതിർഭൗതിക ശാസ്ത്രത്തിന് നേരിട്ട് വിരുദ്ധമാണ്.
ഭൂമി നക്ഷത്രങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടു എന്നാണ് അത് പറയുന്നത്. സൂറത്ത് അൽ ഫുസിലത്ത് 41:9 മുതൽ 12 വരെയുള്ള ആയത്തുകൾ വ്യക്തമാക്കുന്നത് അല്ലാഹു 4 ദിവസങ്ങൾ കൊണ്ട് ഭൂമിയെ സൃഷ്ടിക്കുകയും പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും അതിനുശേഷം അതായത് പുകയായിരുന്ന ആകാശത്തേക്ക് തിരികുകയും തുടർന്ന് 2 അധിക ദിവസങ്ങൾ കൊണ്ട് 7 ആകാശങ്ങൾ രൂപപ്പെടുത്തുകയും ഒടുവിൽ ഏറ്റവും താഴത്തെ ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു എന്നാണ്. ക്ലാസിക്കൽ വ്യാഖ്യാതാവായ ഇബ്നു കാസിർ ഈ കാലക്രമത്തിലുള്ള വ്യാഖ്യാനത്തെ ശരിവെക്കുന്നു. നമുക്കറിയാം സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ളതിനാൽ ഇത് ശാസ്ത്രീയമായി അസാധ്യമാണ്. ആധുനിക ശാസ്ത്രം ഇതിന് വിപരീതമായ ക്രമം തെളിയിക്കുന്നു. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ബിഗ് ബാങ് സംഭവിച്ചത്. ആദ്യത്തെ നക്ഷത്രങ്ങൾ 200 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ടു. നക്ഷത്രാവശിഷ്ടങ്ങളിൽ നിന്ന് 4.54 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി രൂപപ്പെട്ടത്. സ്പെക്ട്രോസ്കോപ്പി, റേഡിയോമെട്രിക് ഡേറ്റിംഗ്, ഉൽക്കകളിലെ പ്രീ സോളാർ തരികൾ എന്നിവ നക്ഷത്രങ്ങൾ ഭൂമിയേക്കാൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്നു എന്ന് സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമിയുടെ പുറം തോടിലെ ഇരുമ്പ്, സിലിക്കൺ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങൾ നക്ഷത്രങ്ങൾക്കുള്ളിൽ ന്യൂക്ലിയോസിന്തസിസ് വഴി രൂപപ്പെടുകയും സൂപ്പർനോവ സ്ഫോടനങ്ങൾ വഴി പുറന്തള്ളപ്പെട്ടവയുമാണ്. ഖുറാൻ 23:12 മുതൽ 14 വരെയുള്ള സൂക്തങ്ങൾ പറയുന്നത് മനുഷ്യൻ ഒരു ബീജത്തിനുള്ളിൽ നിന്ന് അലഖ അതായത് പറ്റിപ്പിടിച്ച രക്തക്കട്ടിയായി, തുടർന്ന് ഒരു മുദ്ഗ അതായത് മാംസപിണ്ഡം, അതിനുശേഷം അസ്ഥികൾ, പിന്നീട് അസ്ഥികളെ കൊണ്ട് മാംസം അണിയുക എന്നിങ്ങനെയുള്ള ക്രമത്തിലാണ് രൂപപ്പെടുന്നത് എന്നാണ്. ഈ ക്രമം ശാസ്ത്രീയമായി തെറ്റാണ്. ഭ്രൂണശാസ്ത്രപരമായി മെസോഡേം അതായത് കോശപാളി 4ാം ആഴ്ചയോടെ സോമിറ്റോജെനസിസ് വഴി അസ്ഥികൂടത്തെയും പേശികളെയും ഒരേ സമയമാണ് വേർതിരിക്കുന്നത്. അസ്ഥികൾ ആദ്യം രൂപപ്പെടുകയും പിന്നീട് മാംസം അണിയുകയും ചെയ്യുന്നില്ല. രണ്ടും ഒരേ അടിസ്ഥാന കോശപാളിയിൽ നിന്ന് ഒരേ സമയം വികസിക്കുന്നവയാണ്. ഈ വിവരണം ഗ്രീക്ക് ഭിഷഗ്വരനായ ഗ്യാലന്റെ തെറ്റായ ഭ്രൂണശാസ്ത്ര കാഴ്ചപ്പാടിന് സമാനമാണ്. ഗ്യാലന്റെ സിദ്ധാന്തത്തിൽ മാംസത്തിന് മുൻപ് അസ്ഥികൾ രൂപപ്പെടുന്നു എന്ന് വാദിച്ചിരുന്നു. ഇതായിരുന്നു 7ാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്. ഖുറാൻ 86:6 മുതൽ 7 വരെയുള്ള ആയത്തിൽ പറയുന്നത് മനുഷ്യൻ പുറത്തേക്ക് തെറിച്ചു വീഴുന്ന ഒരു ദ്രവത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. അത് മുതുകിന്റെ എല്ലുകൾക്കും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് അത് പറയുന്നത്. നട്ടലിന്റെ ഭാഗത്ത് നിന്ന് വൃഷണങ്ങൾ താഴേക്ക് വരുന്നതിനെയാണ് ഇത് വിവരിക്കുന്നതെന്ന് ഉസ്താദുമാർ അവകാശപ്പെടുന്നു. എന്നാൽ വൃഷണങ്ങൾ വളർച്ചയുടെ ഭാഗമായി ആ പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചു എന്നല്ല, ശുക്ലം സ്ഖലന സമയത്ത് ഈ പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു എന്നാണ് ഈ വാക്യം വ്യക്തമാക്കുന്നത്. ശുക്ലം സ്ഖലനം ചെയ്യുന്നത് മൂത്രനാളിയിലൂടെയാണ്, അല്ലാതെ നട്ടലിൽ നിന്നല്ല. സ്വഹീഹ് മുസ്ലിം ഹദീസ് 2643 പറയുന്നത് ഓരോ ഭ്രൂണശാസ്ത്ര ഘട്ടത്തിന് 40 ദിവസത്തെ ദൈർഘ്യമുണ്ട്, മൊത്തം 120 ദിവസം എന്നാണ്. 42 ദിവസത്തിനുള്ളിൽ പ്രധാന അവയവങ്ങളെല്ലാം രൂപപ്പെടുന്ന ആധുനിക ഭ്രൂണശാസ്ത്രത്തിന് ഇത് വിരുദ്ധമാണ്. ഭൂമിയെ ഒരു പരവതാനി പോലെ വിരിച്ചിരിക്കുന്നു എന്നാണ് ഖുറാൻ വിവരിക്കുന്നത്. ഖുറാൻ 71:19, 20:53, 15:19, 51:48, 79:30 തുടങ്ങിയ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ദഹാഹ എന്ന പദത്തിന് അണ്ടാകൃതി എന്നാണ് ഉസ്താദുമാർ അർത്ഥം നൽകുന്നത്. ഇത് ഗോളാകൃതി തെളിയിക്കുന്നു എന്നും അവർ വാദിക്കുന്നു. എന്നാൽ ഇത് തെറ്റാണ്. ക്ലാസിക്കൽ അറബിക് നിഘണ്ടുക്കൾ ദഹാഹയെ നിർവചിക്കുന്നത് പരത്തി വിരിച്ചിരിക്കുന്നു എന്നാണ്. ദഹ എന്ന വാക്ക് ഒട്ടകപക്ഷിയുടെ കൂടുണ്ടാക്കുന്ന പ്രതലത്തെ അതായത് പരന്ന പ്രദേശത്തെ സൂചിപ്പിക്കുന്നു, അല്ലാതെ ഒട്ടകപക്ഷിയുടെ മുട്ടയെ അല്ല. അടുത്ത വാക്യം അതായത് 79:31 തന്നെ ഇത് വ്യക്തമാക്കുന്നു. അതിൽ നിന്ന് അതിൻ്റെ വെള്ളവും മേച്ചിൽപ്പുറങ്ങളും പുറത്തു കൊണ്ടുവന്നു. ഇത് ഉപരിതലം വിരിക്കുന്നതിനെയാണ് വിവരിക്കുന്നത്, അല്ലാതെ ഭൂമിയുടെ ആകൃതിയല്ല. ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ തുടങ്ങിയ സ്വഹാബിമാരെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ പരന്ന ഭൂമി എന്ന പ്രപഞ്ച വീക്ഷണത്തെ പിന്തുണച്ചു. പരന്നതിനെ സൂചിപ്പിക്കുന്ന പരവതാനി പോലുള്ള ഉപമകളുമായാണ് ഖുറാൻ ദഹാഹ എന്ന പദം ചേർത്ത് വെച്ചിരിക്കുന്നത് പോലും. ആധുനിക ശാസ്ത്രം ഭൂമിയുടെ ഗോളാകൃതി തെളിയിച്ചതിന് ശേഷം മാത്രമാണ് അപ്പോളജിസ്റ്റുകൾ ഒട്ടകപക്ഷിയുടെ മുട്ട എന്ന വ്യാഖ്യാനം കെട്ടിച്ചമച്ചത്. ഇസ്ലാമിക പാണ്ഡിത്യത്തിൻ്റെ 1300 വർഷത്തെ ചരിത്രത്തിൽ ഇല്ലായിരുന്ന ഒരു പുനർവ്യാഖ്യാനമാണത്. ഖുറാൻ 67:5, 37:6 മുതൽ 10 വരെയുള്ള സൂക്തങ്ങൾ പറയുന്നത് ദൈവിക സമിതികളിൽ കള്ളക്കെട്ട് കേൾക്കാൻ ശ്രമിക്കുന്ന പിശാചുക്കളെ ആക്രമിക്കാനായി മിസൈലുകളായി റുജുമൻ അതായത് എറിയാനുള്ള കല്ലുകൾ ഉപയോഗിക്കാൻ വേണ്ടി അല്ലാഹു ഏറ്റവും താഴത്തെ ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു എന്നാണ്. സ്വഹീഹ് മുസ്ലിം 26,5538 തഫ്സീറുകളിലും ഈ വീക്ഷണം ശരിവെക്കുന്നുണ്ട്. മലക്കുകൾ ജിന്നുകൾക്ക് നേരെ എറിയുന്ന നക്ഷത്രങ്ങളാണ് ഉൽക്കകൾ എന്ന് മുഹമ്മദ് തിരിച്ചറിഞ്ഞതായി ഹദീസുകൾ പറയുന്നു. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ ഉൽക്കകൾ നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് എന്നും പിശാചുക്കളെ അകറ്റാൻ വേണ്ടിയാണ് അവ എറിയുന്നത് എന്നും പറയുന്നുണ്ട്. ഇത് ശാസ്ത്രീയമായി വളരെ വലിയ മണ്ടത്തരമാണ്.
നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള വലിയ താപ അണു റിയാക്ടറുകളാണ്, അതായത് നമ്മുടെ സൂര്യൻ പോലെ തന്നെ. എന്നാൽ ഉൽക്കകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ മാത്രം ഉയരത്തിൽ അന്തരീക്ഷത്തിൽ കത്തി നശിക്കുന്ന ചെറിയ പാറ ലോഹ കഷണങ്ങളാണ്. നക്ഷത്രങ്ങൾക്ക് ഉൽക്കകളായി രൂപാന്തരപ്പെടാൻ കഴിയുകയില്ല. ഉൽക്കകൾ ലക്ഷ്യസ്ഥാനങ്ങളെ പിന്തുടരുന്നതുമില്ല. അവയുടെ സഞ്ചാരപഥം ഭൗതിക ശാസ്ത്ര നിയമങ്ങളെയാണ് പിന്തുടരുന്നത്, അല്ലാതെ പൈശാചിക ചലനങ്ങളെയുമല്ല. പിശാചുക്കൾ ഉയർന്ന അന്തരീക്ഷത്തിലാണ് വസിക്കുന്നതെങ്കിൽ ട്രില്യൺ കണക്കിന് കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രങ്ങൾക്ക് അവയിൽ നിന്ന് സംരക്ഷണം നൽകാൻ കഴിയില്ല. നക്ഷത്രങ്ങൾ എന്നാൽ ഉൽക്കകൾ എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് ആധുനിക ഉസ്താദുമാർ വാദിക്കുന്നു. എന്നാൽ ഖുറാൻ 67:5 ഇതേ വസ്തുക്കളെ തന്നെ ആകാശത്തെ മനോഹരമാക്കുന്ന വിളക്കുകൾ, അതായത് മസാബി എന്ന് വിശേഷിപ്പിക്കുന്നതുമുണ്ട്. ഇത് വ്യക്തമായും ദൃശ്യമായ നക്ഷത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, അദൃശ്യമായ ബഹിരാകാശ അവശിഷ്ടങ്ങളെ അല്ല. ഖുറാൻ 78:6 മുതൽ 7 വരെയുള്ള ആയത്തുകൾ ചോദ്യരൂപത്തിൽ ചോദിക്കുന്നു. നാം ഭൂമിയെ ഒരു വിശ്രമ സ്ഥലമാക്കുകയും പർവ്വതങ്ങളെ ആണികളാക്കുകയും ചെയ്തില്ലേ? ഖുറാൻ 16:15, 21:31, 31:10 എന്നീ സൂക്തങ്ങൾ പറയുന്നത് ഭൂമി നിങ്ങളോടൊപ്പം കുലുങ്ങാതിരിക്കാൻ അല്ലാഹു പർവ്വതങ്ങളെ സ്ഥാപിച്ചു എന്നാണ്. ഈ വാദം പല കാരണങ്ങളാൽ പരാജയപ്പെടുന്നു. ഒന്നാമതായി, പർവ്വതങ്ങൾ ഭൂമിയെ സ്ഥിരപ്പെടുത്തുന്നില്ല. അവ ടെക്ടോണിക് അസ്ഥിരതയുടെ ഫലമായി രൂപപ്പെടുന്നതാണ്. ഭൂവൽക്കം കൂട്ടിയിടിക്കുന്ന കൺവേർജൻ്റ് പ്ലേറ്റ് അതിരുകളിലാണ് പർവ്വത നിരകൾ രൂപപ്പെടുന്നത്. ഇത് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അതായത് ഇത് സ്ഥിരത നൽകുന്നതിന് വിപരീതമാണ്. ഹിമാലയം, ആൻഡീസ്, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകളിൽ ഇടയ്ക്കിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അവ സജീവമായി രൂപപ്പെടുന്ന പർവ്വതങ്ങളായതുകൊണ്ടാണ്. രണ്ടാമതായി, പർവ്വതങ്ങൾ ഭൂമികുലുക്കത്തിൻ്റെ ചലനത്തെ തടയുന്നില്ല. പ്ലേറ്റുകൾ മാറുമ്പോൾ അവ ഭൂമിശാസ്ത്രപരമായ സമയത്തിനനുസരിച്ച് ഭൂമികുലുക്കത്തോടൊപ്പം നീങ്ങുന്നു. ഖുറാൻ 24:43, 30:48 തുടങ്ങിയ സൂക്തങ്ങളിൽ മഴയെ വിവരിക്കുന്നത് അല്ലാഹു മേഘങ്ങളിൽ നിന്ന് വെള്ളം ഇറക്കി വിടുന്നു എന്നാണ്. അരിസ്റ്റോട്ടിൽ മെറ്റീരിയോളജിക്ക BCE 350 എന്ന കൃതിയിൽ ബാഷ്പീകരണത്തെയും മഴയെയും കുറിച്ച് വിവരിക്കുന്നു. ഇത് ഖുറാനേക്കാൾ ഏകദേശം 1 സഹസ്രാബ്ദം പഴക്കമുള്ളതാണ്. ഹദീസ് രേഖകളിൽ കാറ്റുകളെക്കുറിച്ച് അന്ധവിശ്വാസപരമായ വാദങ്ങളുണ്ട്. സഹീഹ് മുസ്ലിം 899 പറയുന്നത് പ്ലേഗ് ബനി ഇസ്രായേലിന് വേണ്ടി അയച്ച ശിക്ഷയാണെന്നും രോഗം വഹിക്കുന്ന കാറ്റുള്ളപ്പോൾ വിശ്വാസികൾ വീടിനുള്ളിൽ കഴിയണമെന്നുമാണ്. രോഗങ്ങൾ ദുഷിച്ച വായുവിലൂടെ പടരുന്നു എന്ന മിയാസ്മ സിദ്ധാന്തത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. രോഗാണുക്കളാണ് പകർച്ചവ്യാധികൾക്ക് കാരണമെന്ന് തെളിയിച്ച ആധുനിക ജെം തിയറിക്ക് ഇത് വിരുദ്ധമാണ്. ഖുറാൻ 51:49 പറയുന്നത് എല്ലാറ്റിനെയും നാം ഇണകളായി സൃഷ്ടിച്ചുവെന്നാണ്. ഇത് തെറ്റാണ്. ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, പ്ലാനേറിയനുകൾ, കടൽ നക്ഷത്രങ്ങൾ, ചില സസ്യങ്ങൾ തുടങ്ങി നിരവധി ബഹുകോശ ജീവികളിലും അലൈംഗിക പ്രത്യുൽപാദനമാണ് പ്രബലമായിട്ടുള്ളത്. സ്രാവുകൾ, ന്യൂ മെക്സിക്കോ, വിപ്ടൈലുകൾ എന്നിവയിൽ പുരുഷന്മാരിലല്ലാതെ പ്രത്യുൽപാദനം നടത്തുന്ന പാർത്തനോജനസിസ് കാണപ്പെടുന്നു. മണ്ണിരകൾ, ഒച്ചുകൾ, മിക്ക പൂച്ചെടികൾ എന്നിവ പോലുള്ള ഹെർമോഫ്രോഡറ്റിക് ജീവികളിൽ ഒരേ സമയം 2 പ്രത്യുൽപാദന അവയവങ്ങളുമുണ്ട്. അവ ഇണകളല്ല, മറിച്ച് ഒറ്റ ജീവികളാണ്. ഖുറാൻ 27:18 മുതൽ 19 വരെ ഉള്ള വാക്യങ്ങളിൽ ഉറുമ്പുകൾ പരസ്പരം സംസാരിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു. ഉറുമ്പുകൾ ഹോർമോണുകൾ വഴി ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിലും മനുഷ്യനെ പോലുള്ള ഭാഷകളിൽ സംസാരിക്കുന്നില്ല. സ്വഹീഹ് ബുഖാരി 3320 പറയുന്നത് ഈച്ചകൾ ഒരു ചിറകിൽ രോഗവും മറ്റേതിൽ രോഗശാന്തിയും വഹിക്കുന്നു എന്നാണ്. അതിനാൽ ഈച്ചകളെ പാനീയങ്ങളിൽ മുക്കാൻ നിർദ്ദേശിക്കുന്നു. ഈച്ചകൾ രോഗാണുക്കളെ വഹിക്കുന്നുണ്ടെന്ന് ആധുനിക എൻറ്റമോളജി സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഈച്ചകളെ പാനീയങ്ങളിൽ മുക്കിയാൽ ആ പാനീയം കൂടുതൽ രോഗാണുക്കളെ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മുഹമ്മദ് പറയുന്നതായി സഹീഹ് ബുഖാരി 5688 ഉദ്ധരിക്കുന്നു. കറുത്ത ജീരകം, അതായത് നിഗല്ല സ്തൈവ ഉപയോഗിക്കുക, കാരണം മരണം ഒഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും അതിൽ ശമനമുണ്ട്. ഇതിന് ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ക്യാൻസർ, എയ്ഡ്സ്, പ്രമേഹം, ജനിതക വൈകല്യങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ രോഗങ്ങളെയും ഇത് സുഖപ്പെടുത്തുന്നു എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രപരമായി തെറ്റാണ്. രോഗികൾ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സകൾ ഉപേക്ഷിക്കുമ്പോൾ ഇത് അപകടകരമാണ്. സഹീഹ് ബുഖാരി 233, 5686 എന്നിവ ഒട്ടകത്തിൻ്റെ മൂത്രം മരുന്നായി കുടിക്കാൻ നിർദ്ദേശിക്കുന്നു. ഒട്ടകമൂത്രം ക്യാൻസർ രോഗികൾക്ക് ക്ലിനിക്കൽ പ്രയോജനങ്ങളൊന്നും നൽകുന്നില്ല. മാത്രമല്ല, മെഴ്സ്, കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള ജന്തുജന്യ അണുബാധകൾക്ക് സാധ്യതയുണ്ടെന്നും ഒരു WHO പഠനം കണ്ടെത്തി. ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം കാരണം ഇതിൻ്റെ പ്രചരണം നിർത്തണമെന്നും അവർ ഉപസംഹരിച്ചു. ക്ലാസിക്കൽ ഇസ്ലാമിക വൈദ്യശാസ്ത്രം ഈ ഹദീസുകളെ വൈദ്യഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തി തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള രീതികൾ സ്ഥിരീകരിക്കുന്നത് വൈകിപ്പിച്ചു. ആധുനിക ആരോഗ്യ സംരക്ഷണത്തിന് മുകളിൽ പ്രവാചക
വൈദ്യത്തിന് മുൻഗണന നൽകിയാൽ തടയാൻ കഴിയാത്തത്രയും ദുരിതങ്ങൾ ഉണ്ടാകും. സ്വഹീഹ് ബുഖാരി 3199, സഹീഹ് മുസ്ലിം 2940 എന്നിവ അന്ത്യകാല ജ്യോതിശാസ്ത്രം വിവരിക്കുന്നു. അല്ലാഹു കൽപ്പിക്കുമ്പോൾ സൂര്യൻ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അതോടെ പശ്ചാത്താപത്തിനുള്ള അവസരം അവസാനിക്കും. ഇതിന് ഭൂമിയുടെ ഭ്രമണം വിപരീത ദിശയിലേക്ക് തിരിയേണ്ടതുണ്ട്. ഇത് ജ്യോതിർഭൗതികപരമായി ഒരു ദുരന്തമാണ്. ആരെങ്കിലും അത് കാണുന്നതിന് മുൻപ് തന്നെ തീവ്രമായ ഗുരുത്വാകർഷണ ശക്തികളാൽ എല്ലാ ജീവജാലങ്ങളെയും ഇത് നശിപ്പിക്കും. ഖുർആൻ 2:22, 21:32 എന്നിവ ആകാശത്തെ സംരക്ഷിക്കപ്പെട്ട മേൽക്കൂര സഖഫ് അല്ലെങ്കിൽ പുര എന്ന് വിവരിക്കുന്നു. ഇതിനെ മുകളിൽ ജലത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു ഖരരൂപത്തിലുള്ള താഴികക്കുടമായി ക്ലാസിക്കൽ തഫ്സീറുകൾ വ്യാഖ്യാനിച്ചു. ആധുനിക ജ്യോതിശാസ്ത്രം അങ്ങനെയൊരു ഘടനയും വെളിപ്പെടുത്തുന്നില്ല. ബഹിരാകാശം ഒരു ശൂന്യതയാണ്. ഖുർആൻ 81:2, 82:2 എന്നിവ അന്ത്യകാലത്ത് നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമെന്ന് പ്രവചിക്കുന്നു. ഇത് നക്ഷത്രങ്ങൾ ഭൂമിയുടെ അടുത്തുള്ള ചെറിയ വസ്തുക്കളാണ് എന്ന് പുരാതന വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴാൻ കഴിയില്ല. അവയുടെ ഗുരുത്വാകർഷണ ശക്തികൾ കൂട്ടിയിടിക്കുന്നതിന് വളരെ മുൻപ് തന്നെ നമ്മുടെ ഗ്രഹത്തെ നശിപ്പിക്കും. ഈ അധ്യായങ്ങളിലുടനീളം അവതരിപ്പിച്ച തെളിവുകൾ സ്ഥിരമായ ഒരു പാറ്റേൺ വെളിപ്പെടുത്തുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ പ്രപഞ്ച വീക്ഷണത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇതിൽ ഗ്രീക്ക് വൈദ്യശാസ്ത്രപരമായ പിശകുകൾ, മെസപ്പൊട്ടോമിയൻ ഐതിഹ്യങ്ങൾ, ഭൂകേന്ദ്രീകൃത ജ്യോതിശാസ്ത്രം എന്നിവ ഉൾപ്പെടുന്നു. ആധുനിക ശാസ്ത്രം അക്ഷരീയമായ വ്യാഖ്യാനങ്ങൾക്ക് വിരുദ്ധമായപ്പോൾ മത അധികാരികൾ പിന്നീടുണ്ടായ പുനർവ്യാഖ്യാനങ്ങൾ അവതരിപ്പിച്ചു. സൂക്തങ്ങൾ പെട്ടെന്ന് ആലങ്കാരികമായി, ബദൽ വിവർത്തനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ശാസ്ത്രീയ അത്ഭുതങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ കണ്ടെത്തപ്പെട്ടു. മനുഷ്യർ നൽകേണ്ടി വരുന്ന വില അളക്കാവുന്നതാണ്. മതപുരോഹിതന്മാർ വാക്സിനുകൾ നിഷേധിച്ചുകൊണ്ട് തളർന്നുപോയ കുട്ടികൾ, ചികിത്സ നിഷേധിക്കപ്പെട്ട മാനസിക രോഗികൾ, കീമോതെറാപ്പിക്ക് പകരം ഒട്ടകമൂത്രം കുടിക്കുന്ന ക്യാൻസർ രോഗികൾ എന്നിവ ഇതിന് ഉദാഹരണമാണ്. പരിണാമ സിദ്ധാന്തം പാശ്ചാത്യ പ്രചാരണമാണെന്ന് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് ശാസ്ത്രീയമായി വിവരമില്ലാത്തവരാക്കുന്നു. അക്കാദമിക സ്വാതന്ത്ര്യത്തിന് മതപരവും മതേതരവുമായ എല്ലാ വിജ്ഞാനവാദങ്ങളെയും തുല്യമായ കർക്കശ്യത്തോടെ പരിശോധിക്കേണ്ടതുണ്ട്. 7-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങൾ സമകാലിക ധാരണകളെയാണ് പ്രതിഫലിക്കുന്നത്, അല്ലാതെ ദൈവിക സർവജ്ഞതയല്ല. അന്വേഷണം, തെളിവുകൾ, വിമർശനാത്മക ചിന്ത എന്നിവ സത്യത്തെ പാരമ്പര്യത്തിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള മനുഷ്യരാശിയുടെ ഏറ്റവും വിശ്വസനീയമായ ഉപകരണങ്ങളായി നിലനിൽക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.